എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ പ്രസ്താവനയിലാണ് എല്ലാവരും. ആയതിന് ടീം ആർട്സ് ഇൻഡിപെൻഡൻസ് എന്ന വിവിധ തരം കലാകാരന്മാരുടെ കൂട്ടായ്മയായ തായ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. പേര് സുരേന്ദ്രൻ, കോഴിക്കോട്. ഈ സംഘടനയുടെ പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനൊരു നൃത്താധ്യാപകനാണ്. മാഷിന് ഇതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റുകയാണ്. ഇങ്ങനെയൊരു പ്രസ്താവനയുടെ പിന്നിൽ എന്ത് വികാരമാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം 2005 മാനുവൽ പരിഷ്കരണ വിദഗ്ധ സമിതിയിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കഴിഞ്ഞ 41 വർഷക്കാലം ഈ രംഗത്തുണ്ട്. അപ്പോഴൊന്നും വിധി നിർണയത്തിൻ്റെ പേപ്പറിൽ എവിടെയും സൗന്ദര്യം എന്നൊരു കോളം കണ്ടിട്ടില്ല. അങ്ങനെ ഒന്നില്ല. അതിലുള്ളത് വേഷം, താളം, ഭാവം, അംഗചലനം, അവതരണം എന്നിവയാണ്. ഇതിൽ അവതരണം എന്നുള്ളത് തന്നെ സംഘാടകർ ചിലപ്പോൾ അതിൽ മുദ്രകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും സംഗീതത്തിനും രാഗത്തിനും അതിൻ്റെ സാഹിത്യത്തിനും വരെ ചിലപ്പോൾ കോളങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്തായിരുന്നാലും നൃത്തത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ സ്പർശിക്കുമ്പോൾ തന്നെ സൗന്ദര്യം എന്നില്ല, എന്നാൽ കല സൗന്ദര്യമാണ്. ഒരുപക്ഷെ നാട്യശാസ്ത്രത്തിലെ ചില വരികൾ വളച്ചൊടിച്ചതാവാനാണ് സാധ്യത. വർജിത പാത്രായണി എന്നൊരു ഭാഗമുണ്ട്. അതായത് ഒരു നൃത്തം പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ തുടക്കക്കാരെ കണ്ടെത്തുമ്പോൾ അവർക്കുണ്ടാകാൻ പാടില്ലാത്ത ചില പ്രത്യേകതകൾ, അതൊരു മാനദണ്ഡം മാത്രമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പുഷ്പാക്ഷി കേശഹീനാം ച സ്ഥൂലോഷ്ടി ലംബിതസ്തനി അതിസ്ഥൂല പ്യതികൃശ അത്യുച്ച പ്യതിവാമന കുബ്ജാച്ച സ്വരഹീനാം ച ദശയിത നാട്യവർജിത. ഈ 10 ഗുണഗണങ്ങൾ ഉള്ളവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുഷ്പാക്ഷി എന്ന് പറഞ്ഞാൽ വെള്ളിക്കണ്ണാണ്. അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ ലെൻസ് വെച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാറുണ്ട്. ഞാൻ പോലും ചില കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലവും കണ്ടിട്ടുണ്ട്. കേശഹീനാംശ, മുടിയില്ലാത്തത് കൊണ്ടാണല്ലോ വാർമുടിയും വിഗും ഒക്കെ വെച്ചിട്ട് കുട്ടികളെ വേദിയിലെത്തിക്കുന്നത്. അതൊക്കെ നല്ലൊരു മേക്കപ്പ് മാന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു നൃത്തം വേദിയിലെത്തുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം മേക്കപ്പ് മാൻ തന്നെയാണ്. അതുപോലെ തന്നെ വസ്ത്രാലങ്കാരം ചെയ്യുന്നവരല്ലോ. അതായത് പുഷ്പാക്ഷി കേശഹീനാംശ കഴിഞ്ഞാൽ സ്ഥൂലോഷ്ടി, തടിച്ച ചുണ്ടുള്ളവർ, അത് പാകത്തിനാക്കി എടുക്കുന്നത് ഒരു മേക്കപ്പ് മാൻ്റെ കഴിവാണ്. ലംബിത സ്തനി, വസ്ത്രാലങ്കാരക്കാരൻ അത് കുട്ടികൾക്ക് യോജിച്ച രീതിയിൽ ചെയ്യാറുണ്ട്. അതിസ്ഥൂല പ്യതികൃശ അത്യുച്ച പ്യതിവാമന, വളരെ നീളം കൂടിയവരും നീളം കുറഞ്ഞവരും തടിച്ചവരും മെലിഞ്ഞവരും, ഇവരെയൊക്കെ മെലിഞ്ഞവർക്ക് പാഡുകൾ വെച്ച് കെട്ടി തടി കൂട്ടിയെടുക്കാറുണ്ട്. തടിച്ചവർക്ക് അതിനനുസരിച്ച് വസ്ത്രധാരണത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഭംഗിയാക്കി ഒരു മേക്കപ്പ് മാനും വസ്ത്രാലങ്കാരക്കാരനും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്. പിന്നെ എന്തിനീ സൗന്ദര്യം എന്നുള്ള വിഷയം വന്നു. അത് ഒരുപാട് വിദ്യാർത്ഥികളെ, എൻ്റെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വിളിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എൻ്റെ കുട്ടി കറുത്തിട്ടല്ലേ, അപ്പോൾ പിന്നെ മോള് ഡാൻസ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? എൻ്റെ മകൾ തടിച്ചിട്ടല്ലേ, അതുകൊണ്ട് അവൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. എന്തായിരുന്നാലും ഈ ഒരു പരാമർശം കലാരംഗത്തെ ഒട്ടേറെ വിദ്യാർത്ഥികളെയും ഇത് നടത്തിക്കൊണ്ടുപോകുന്ന, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക കലാകാരന്മാരെയും വേദനിപ്പിക്കുകയും
ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കുറേ ചോദ്യങ്ങളും എനിക്കിനി വേദിയിൽ കയറാൻ പറ്റുമോ എന്നുള്ള തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മേക്കപ്പ് മാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനം അവർ തന്നെയാണ് ഈ സൗന്ദര്യവൽക്കരണത്തിൽ. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ഒരാൺകുട്ടിയെ പെൺകുട്ടിയാക്കി മാറ്റാം, ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റുന്നതും ഇത്തരം കലാകാരന്മാർ തന്നെയാണ്. ഇനി മേക്കപ്പ് ഡൗൺ ചെയ്തിട്ട് ചെറുപ്പക്കാരനെ പ്രായമുള്ളവരാക്കുന്നുണ്ട്. അതുപോലെ മേക്കപ്പ് ചെയ്തിട്ട് പ്രായമുള്ളവരെ ചെറുപ്പക്കാരും ആക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ രീതിയിൽ തന്നെ ചിലരൊക്കെ ചെറിയ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. അത് അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ തന്നെയാണ്. ചിലർക്ക് അത് അരോചകമായി തോന്നുമെങ്കിലും ഒരു പരിധിവരെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ അത് നല്ലത് തന്നെയാണ്. ഈ ഒരു വാചകം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി അങ്ങോട്ട് കലാരംഗത്ത് തന്നെ നാട്യശാസ്ത്രത്തിലെ മറ്റൊരു വരി തന്നെ ഞാൻ പറയാം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാജ്ഞനശലാകയ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ഒരു ഉത്തമ ഗുരുവിന് വേണ്ട സവിശേഷതയാണ്. അജ്ഞതയാകുന്ന തിമിരത്തെ ജ്ഞാനമാകുന്ന കൺമഷി പുരട്ടി അകക്കണ്ണ് തുറപ്പിക്കുന്നവനാണ് ഗുരു. മറ്റൊരാളുടെ പ്രകടനത്തിൽ അസൂയാലു ആവാൻ പാടില്ല. വളരെ ക്ഷമാശീലനും സത്യസന്ധനുമായിരിക്കണം. അതുപോലെ ആത്മപ്രശംസ ചെയ്യുന്നവനോ തന്നേക്കാൾ കഴിവുള്ളവരെ ബഹുമാനിക്കാൻ കഴിവുള്ളവനും കഴിവ് കുറഞ്ഞവരെ പുച്ഛിക്കാതിരിക്കാനും പഠിച്ചിരിക്കണമെന്ന് നാട്യശാസ്ത്രത്തിൽ പോലും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഈ രംഗത്തുള്ളവർക്കോ അല്ലെങ്കിൽ കണ്ടും കേട്ടും ഇരിക്കുന്നവർക്കോ വരാതിരിക്കാനാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏതായാലും അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഘടകമാണ് സമത്വം. ഇന്ന് ഈ കലകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കൈകളിൽ ഇരുന്നത് പുതിയ പുതിയ സംവിധാനങ്ങളും ഭരണസമിതികളും ഒക്കെ വന്നപ്പോൾ മാറ്റം വരുത്തുകയും കലയെ ജനകീയമാക്കുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഞാനുമൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഈ ജനകീയ കല ഒരു വിഭാഗത്തിൻ്റേതല്ല, എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് തന്നെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും പേരിൽ ഇന്ന് മതത്തിന് പോലും അതിർവരമ്പില്ലാത്ത രീതിയിലാണ് കലാരംഗത്തെ പ്രകടനങ്ങൾ. അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസൽമാനെന്നോ ഒരു വ്യത്യാസവുമില്ല. അത് എല്ലാതരം കലകളിലുണ്ട്. മാപ്പിള കലകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മാർഗംകളി പോലുള്ളവർ കൈകാര്യം ചെയ്യുന്നത് മറ്റു കുട്ടികളാണ്, സ്ത്രീകളും ഹിന്ദുക്കളുമായിട്ടുള്ളവർ. ഇവിടെയൊന്നും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ജാതി എടുത്ത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ മതത്തെ എടുത്ത് പറയാൻ പാടില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഒരു വളരെ മോശമായ ഈ പരാമർശത്തെ നിങ്ങളോടൊപ്പം തായ് എന്ന കലാകാരന്മാരുടെ സംഘടനയും പ്രതിഷേധിക്കുന്നു. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി ഏറെക്കാലം ഈ കലാരംഗത്ത് മോഹിനിയാട്ട നർത്തകനായി പ്രവർത്തിക്കുന്ന RLV രാമകൃഷ്ണനെ ഇത്തരുണത്തിൽ വളരെ മോശമായി ചിത്രീകരിച്ചതിലും അധിക്ഷേപിച്ചതിലും തായ് സംഘടന അപലപിക്കുന്നു, ശക്തമായി പ്രതിഷേധിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.